ഓൺലൈൻ ഡാറ്റാബേസ് കമ്പനിയായ നംബിയോയുടെ 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം അബുദാബി. തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. 2024 ഫെബ്രുവരി 17 ഏത് സ്ഥലത്താണ് ഇന്ത്യൻ എയർഫോഴ്സ് വായുശക്തി അഭ്യാസം നടത്തുന്നത്? ജയ്സാൽമീർ. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിഖയേന്താൻ ഇന്ത്യയിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? അഭിനവ് ബിന്ദ്ര. ഫ്രാൻസിൽ UPI പേയ്മെൻറ്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ NPCI ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ഏത് കമ്പനിയുമായി സഹകരിച്ചു? ലൈറ. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ്റെ അവസാന ദൗത്യം ഏത് വർഷമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? 2025. ഗ്ലോബോകാൻ അനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ചൈന. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയത് ആരാണ്? റിതു ബഹ്രി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതിൻ്റെ ലോക റെക്കോർഡ് തകർത്ത റഷ്യൻ ബഹിരാകാശ യാത്രികൻ്റെ പേര് ഒലെഗ് കൊനോനെങ്കോ. ജസ്പ്രീത് ബുംറയ്ക്ക് ചരിത്ര നേട്ടം. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ബൗളർമാരുടെ പട്ടികയിൽ ഒന്നാമത്. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ജോൺ ബ്രിട്ടാസ്. കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം ITFOK. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി. ഓസ്ട്രേലിയയിലെ വർണ്ണവിവേചന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഗിരിധരൻ ശിവരാമൻ. 2024 ഫെബ്രുവരിയിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. 2024 ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിനറ. ലോക്സഭയിൽ മികച്ച പ്രകടനത്തിനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി MP ശശി തരൂർ. അണ്ടർ 19 ലോകകപ്പ് കൗമാരപ്പടയും കലമുടച്ചു. ഓസീസ് ലോക ചാമ്പ്യന്മാർ. വിജയം 79 റൺസിന്. ഗൂഗിളിൻ്റെ AI ചാറ്റ് ബോട്ടായ ബാർഡിനെ ഏതു പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്? ജെമിനി. 2024 ഫെബ്രുവരിയിൽ അമേരിക്കയുടെ ദേശീയ എഞ്ചിനീയറിംഗ് അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ T. പ്രദീപ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരമെന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പമെത്തിയ താരം ഗ്ലെൻ മാക്ഡ്വൽ. തായ്ലൻഡ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് നുവാൽഫൻ ലാംസാം. സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായത് കൊടിക്കുന്നിൽ സുരേഷ് MP. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ ഹിന്ദി മൈഥിലി എഴുത്തുകാരി ഉഷ കിരൺ ഖാൻ. കഴിച്ചാൽ പണികിട്ടും പഞ്ഞിമിഠായി നിരോധിച്ച് തമിഴ്നാട്. ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിരീകരണം. MK അർജുനൻ ഫൗണ്ടേഷൻ്റെ 4ാമത് പുരസ്കാരത്തിന് അർഹനായ സംഗീത സംവിധായകൻ ജെറി അമൽദേവ്. ഒരു കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ മാരത്തൺ പൂർത്തിയാക്കിയതിനുള്ള ലോക റെക്കോർഡ് ആരുടെ പേരിലാണ്? കെൽവിൻ കിപ്റ്റം. 2024 ഫെബ്രുവരിയിൽ ഫിൻലാൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ സ്റ്റെബ്. 2024 ഫെബ്രുവരിയിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യ നർത്തകി ചിത്ര വിശ്വേശ്വരൻ. 1992 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.
ആകാശവും കവിഞ്ഞ് അഭിമാനം. ഗഗൻയാൻ 4 അംഗ ദൗത്യസംഘത്തെ നയിക്കുന്നത് പാലക്കാട്ടുകാരൻ പ്രശാന്ത് നായർ.